ഏത് വിധത്തിലും ചേച്ചിയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ചെയ്യുന്ന കണ്ടോ? ചീറ്റിംഗ് ചെന്ന് തടയും. എന്താ കരുണാകരൻ ഇവിടെ എന്തോ ചീറ്റ് ചെയ്യാണ് സാറേ? മത്സരമാകുമ്പോ അതിനൊരു ന്യായം വേണ്ടേ? ഞാനത് സമ്മതിക്കില്ല സാറേ. കരുണാകരൻ, ഏറ്റവും വേഗത്തിൽ ഷർട്ട് തയ്ക്കുന്ന മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെ തയ്ക്കണമെന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. ഇങ്ങനെ മത്സരം നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ള സാറേ? എന്ത് ചെയ്യുമ്പോഴേ അതിനൊരു നേരും നെറിയും വേണം. കയ്യും കാലും വയ്യാതെ അസുഖവും വെച്ചോണ്ട് പാർവതി മറ്റുള്ളവരോട് മത്സരിക്കുമ്പോ താൻ നേരും നെറിയൊക്കെ മറന്നോ? പാർവതി വീണതില് ഇവിടെയുള്ള ആർക്കൊക്കെയോ പങ്കുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്ന ദിവസം അവരുടെ വിധിയായിരിക്കും. തൽക്കാലം താൻ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ പോന്നോക്ക്. പാർവതി, ധൈര്യമായിട്ട് തച്ചോ. ആരാ തടയാൻ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൈലാഷ് ഇവിടെ ഉള്ളിടത്തോളം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തായി പ്രിയൻ? ഇപ്പോഴും നിഷ ചേച്ചി തന്നെ മുന്നില്. മൊത്തം 100 പീസുകൾ തയ്ച്ചു. അല്ലെങ്കിലും ഈ ചീപ്പും ടേപ്പൊക്കെ എടുത്തു വെച്ച് ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യത്തോടെ എടുക്കുമ്പോഴേ നിഷയുടെ എക്സ്പീരിയൻസ് മാത്രമേ ഗുണം ചെയ്യുള്ളൂ. പ്രിയൻ, പാർവതി എത്ര തച്ചു? അവളെ കൊണ്ട് എന്ത് പറ്റാനാ? ഒരു 50 എണ്ണം തയ്ക്കാണ്. അതിലും കുറവാണ് സാർ, 45 ഉള്ളൂ. അയ്യേ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നിനക്ക് വെറും 45 എണ്ണം തയ്ക്കാൻ കഴിഞ്ഞുള്ളൂ? കഷ്ടം. കരുണാകരൻ, ഓ, ഞാനൊന്നും പറയണില്ലേ സാറേ. പാർവതി വിഷമിക്കണ്ട, നീ നന്നായി തയ്ക്കുന്നുണ്ട്. സാർ, ഞാൻ പറഞ്ഞു തീർന്നില്ല. പാറു 45 ഷർട്ടുകളാണ് തയ്ച്ചത്. പക്ഷേ അത് ഉച്ചയ്ക്ക് ശേഷം മാത്രമുള്ള കണക്കാ. മൊത്തത്തിൽ അവൾ 85 ഷർട്ടുകൾ തയ്ച്ചു കഴിഞ്ഞു. വെൽ ഡൺ പാർവതി. നീയും നിഷയും തമ്മിൽ വെറും 15 ഷർട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വാക്കിംഗ് ടൈം തീരുന്നതിന് മുമ്പ് നിനക്കത് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈനൽ റൗണ്ട് ആണ്. ഓൾ ദി ബെസ്റ്റ് ഓൾ. ആ പീക്കിരി പെണ്ണ് നിന്നെ വെട്ടിക്കാൻ പോവാ. മര്യാദയ്ക്ക് ജയിച്ചോളണം, ഇല്ലെങ്കിൽ നിന്റെ അവസാനം എൻ്റെ ആയിക്കൊണ്ടായിരിക്കും. ഇങ്ങനെ പോയ പാർവതി ജയിക്കും. കരുണാകര, ഡു സംതിങ്. ആ കൈലാസ് സാർ അവിടെ ഇരിക്കും. ഞാൻ എന്ത് ചെയ്യാനാ മാഡം? പറ്റുമെങ്കിൽ മാഡം പോയി എന്തെങ്കിലും ചെയ്യും. കണ്ണു തുറക്ക്. എന്താ പറ്റിയേ? പാർവതി, കണ്ണു തുറക്ക്. പാർവതി, എന്താ പറ്റിയേ? എടാ മോന, കുറച്ച് വെള്ളം കൊണ്ടോ. എന്താ പറ്റിയേ?
പാർവതി പാറു 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 ഇഷ്ടപ്പെട്ടു. അപ്പോ അടുത്ത മാസം തന്നെ കല്യാണം ഓർപ്പിക്കാം. അത് സാരില്ല അച്ഛാ, അതിന് എന്തെങ്കിലും വഴി കാണാം. പാർവതി വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട സർ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ജയിച്ചേ പറ്റൂ. പാർവതി ഞാൻ പറയുന്ന ഒന്ന്. സാറ് തടയണ്ട, അവള് തക്കട്ടെ, അവക്കൊന്നും സംഭവിക്കില്ല. എല്ലാരും പോയി ജോലി ചെയ്തേ, ചില മോഹൻ, ഫൈനൽ എത്രയാണെന്ന് 2 വട്ടം ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ? ഓക്കെ സാർ. പാർവതിയെങ്ങാനും ജയിച്ച ആന്റി എന്നെ വെച്ചേക്കില്ല. തന്റെ ആ നിഷ ജയിച്ചില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മാഡം വെറുതെ ചൂടാവൊന്നും വേണ്ട. ആ പട്ടികട്ടുകാരി ഇങ്ങോട്ട് വരില്ല എന്ന് വീരവാദം പറഞ്ഞല്ലേ മാഡം വന്നേ? എന്നിട്ടിപ്പോ എന്തായി? അവള് പുഷ്പം പോലെ ആ ബാൻഡേജ് ഊരി വലിച്ചെറിഞ്ഞ് കണ്ടില്ലേ? സത്യത്തിൽ അവൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ? ഇടൂ, നിങ്ങൾ ഇവിടെ കിടന്ന് അടികൂടല്ലേ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നു. വേദന സഹിച്ചോണ്ട് നീ ഇത്രയും ഷർട്ടുകൾ തയ്ച്ചില്ലേ? അതെ, മത്സരം ആര് ജയിച്ചാലും ഈ കമ്പനിയിലെ ഏറ്റവും നല്ല തയ്യൽക്കാരി നീയാ. മത്സരത്തിന്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. നമ്മൾ പാരീസ് വെയർ കമ്പനിയുടെ കോൺട്രാക്ട് നല്ല രീതിയിൽ തീർത്തു. എനിക്ക് ഈ കോൺട്രാക്ട് നല്ല രീതിയിൽ തീർക്കാൻ ആത്മവിശ്വാസം തന്ന പ്രിയനോട് ഞാൻ ആദ്യം നന്ദി പറയാം.